ആലപ്പുഴയിൽ സർവീസിൽ നിന്നും വിരമിച്ച ഭർത്താവ് മരിച്ചതിന് പിന്നാലെ സർക്കാർ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചതായി പരാതി വരികയാണ്. ചേർത്തല സ്വദേശിനിയായ പ്രീതി രമണനാണ് പെൺമക്കളുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. ഇല്ലാത്ത വാദം ഉയർത്തിയാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത് എന്നാണ് പ്രീതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. ചേർത്തല സർക്കാർ പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ വിഭാഗം ലെക്ചറായിരുന്നു പ്രീതിയുടെ ഭർത്താവ് ആർ രമണൻ. 2019 ജൂൺ 30 സർവീസിൽ നിന്ന് വിരമിച്ചു. ഉയർന്ന CPC കാറ്റഗറിയിലിരിക്കെ തൊട്ടു താഴെയുള്ള കാറ്റഗറിയിലെ പ്രതിഫലമാണ് വർഷങ്ങളായി രമണന് ലഭിച്ചുകൊണ്ടിരുന്നത്. വിരമിക്കുമ്പോൾ എല്ലാവിധ ആനുകൂല്യങ്ങളും കൂടി ഒരുമിച്ച് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പണം കിട്ടിയില്ല. വിരമിച്ചിട്ടും അർഹതപ്പെട്ട പണം ലഭിക്കാതായതോടെ രമണൻ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങാൻ തുടങ്ങി. ഇതിനിടെ കരൾ സംബന്ധ രോഗം ബാധിക്കുകയും ആരോഗ്യസ്ഥിതി വഷളാവുകയും ചെയ്തു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാത്തതിനാൽ കുടുംബം പകച്ചുനിന്നു. ചികിത്സയ്ക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തുകയ്ക്കായി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് അപേക്ഷ അയച്ചു. പിറ്റേ ദിവസം തന്നെ തുക അനുവദിച്ച പേ സ്ലിപ്പ് നൽകിയെങ്കിലും പണം ലഭിച്ചില്ല. അന്വേഷിച്ചപ്പോൾ ഫണ്ട് വന്നിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് പ്രീതി ആരോപിക്കുന്നു. ശസ്ത്രക്രിയ മുടങ്ങിയതോടെ 2022 ഫെബ്രുവരി 12 രമണൻ മരിച്ചു. ഞാൻ അതിന് സ്പെഷ്യലായിട്ട് അവരോടെല്ലാം റിക്വസ്റ്റ് ലെറ്റർ അയക്കുകയും അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഈ പേ സ്ലിപ്പ് റിലീസ് ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ അപകടത്തിലാകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കാര്യവും ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ആ പേ സ്ലിപ്പ് ഞങ്ങൾക്ക് റിലീസ് ചെയ്ത് തരാൻ ഫിനാൻസ് തടസ്സം നിന്നത് ഒറ്റ കാരണത്താൽ ആ ഓപ്പറേഷൻ നടക്കാതിരിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിയും സ്ഥലം MLAയുമായ P. പ്രസാദ്, ധനമന്ത്രി KN ബാലഗോപാൽ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർക്ക് പരാതിയും നിവേദനവും നൽകിയെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി നൽകിയിരുന്നു. കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനാലാണ് പണം നൽകാത്തതെന്നാണ് നിലവിലെ വാദം. ഈ പോളിടെക്നിക്കിന്റെ ശമ്പള പരിഷ്കരണം ഒരിക്കലും കേന്ദ്ര വിഹിതം കിട്ടിയിട്ടല്ല, കേന്ദ്ര ഗ്രാന്റ് കിട്ടിയിട്ടല്ല. തെറ്റായ ചില ധാരണകൾ ചുമത്തിക്കൊണ്ട് മനഃപൂർവ്വം ആണോ എനിക്ക് അവകാശപ്പെട്ട ഈ പേ സ്ലിപ്പ് അല്ലെങ്കിൽ ഇത് മാറിത്തരേണ്ട ഈ പൈസ തടഞ്ഞു വെച്ചിരിക്കണമെന്ന് വരെയും എനിക്കിപ്പോ സംശയമായി തുടങ്ങിയിരിക്കുക. സമാന രീതിയിൽ 7ഓളം പേർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാനുണ്ടെന്ന് പ്രീതി പറയുന്നു. അവരെല്ലാം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ പണമില്ലാത്തതിനാൽ അവിടെയും പരാജയപ്പെടുകയാണ് പ്രീതിയും 2 പെൺമക്കളും. ന്യൂസ് മലയാളം, ആലപ്പുഴ.